ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇന്ന് ഞാനൊരു അഫർമേഷൻ കമൻറ്റ് ബോക്സിൽ എന്താ പറയുക പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഫർമേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഒന്നും കൂടി അത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ പേരും കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. തേർഡ് പാർട്ടിയുടെ ചതിക്കുഴികൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുമായി മാത്രം. ഓക്കെ, ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സണ് തേർഡ് പാർട്ടിയോട് തോന്നിയിട്ടുള്ള കാര്യങ്ങളും, അതായത് തേർഡ് പാർട്ടിയും ഈ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതെന്താണോ ആ ഒരു എനർജിയാണ് നമ്മൾ ഈ ഒരു 3 കാർഡ്സ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ സെറ്റ് ആൻഡ് രണ്ടാമത്തെ സെറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ഈ കറണ്ട് എനർജീനെ കുറിച്ചിട്ടുമാണ്. അവസാനത്തെ 2 കാർഡ്സ് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. തേർഡ് പാർട്ടിയുടെ ചതിക്കുഴികൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുമായി മാത്രം. അപ്പൊ അത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഭൂരിഭാഗം പേർക്കും തേർഡ് പാർട്ടി ആരാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫേസും കൂടി കൊണ്ടുവരിക. ഓക്കെ, അതായത് ജസ്റ്റ് ഒന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ ഒരു ഇത് നമ്മളൊരു പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആ ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ ആദ്യം ഉണ്ടായിരുന്ന, അതായത് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തേർഡ് പാർട്ടി വന്ന് കയറുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ആരിൽ നിന്നും ഒരു സപ്പോർട്ടും കിട്ടാതെ ഒരുപക്ഷെ നിങ്ങളായിട്ട് പോലും അകന്നു നിന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിനേക്കാൾ മുൻപ് തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് കയറിയ ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് കൂടുതലും. ഇനിയിപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞതിന് ശേഷം ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്ന വ്യക്തിയും ആകാം. പക്ഷെ എനിക്ക് കൂടുതലും മറ്റേ എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സന് കണക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു വളരെയധികം ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാതെ, മേ ബി ഫിനാൻഷ്യലി, മെന്റലി, അതുപോലെ ഇമോഷണലി എല്ലാം കൊണ്ടും ഈ വ്യക്തിക്ക് ഒരു കൈത്താങ്ങില്ലാതെ, ഒരു ഹെൽപ്പ് ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് പാർട്ടി മേ ബി ആ ഒരു സമയത്ത് ഈ പേഴ്സണെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. ഈ പേഴ്സണായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകാം. ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഈ പേഴ്സണെ സഹായിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു റിലാക്സേഷൻ ആയിട്ടുള്ള എനർജിയിലേക്ക് ഈ പേഴ്സൺ പോയി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവർ 2 പേരും കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പോ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് അതിലൂടെ തേർഡ് പാർട്ടിയിലൂടെ ഈ പേഴ്സണ് കിട്ടിയിട്ടുള്ളത് ഫുൾ പവർ ആണ്. അതായത് നിഗൂഢതയിൽ നിന്നും, അല്ലെങ്കിൽ പക്ക നമ്മൾ പറയില്ല, പരാജയത്തിന്റെ കുഴിയിൽ നിന്നും പുറത്തേക്ക് വരാനും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സഹായം കിട്ടേണ്ട ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള സഹായം കിട്ടുകയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഈ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി, തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കിട്ടിയിട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല.
ബട്ട് എഴുതിയിരിക്കുന്നത് കാണിക്കാം. ഒരു ഷാർക്ക് എനർജിയാണ്, സ്വിം എവേ ഫ്രം ദി സിറ്റുവേഷൻ ആണ്. അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ എനർജി തന്നെയാണ് നമ്മൾ അടുത്ത കാർഡും നോക്കാൻ പോകുന്നത്. 2 കാർഡ്സ് ആണ് ഇപ്പോഴത്തെ എനർജിയിൽ, കുറച്ച് ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ടുണ്ട്. അപ്പൊ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും വഴുതി മാറി ദൂരേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഈ പേഴ്സൺ അറിയാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ദഹിക്കാത്ത, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു വലിയൊരു തിരിച്ചടി തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എന്താ പറയാ, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ നിന്നും യാതൊരു കാരണവശാലും പുറത്തേക്ക് വരണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ വ്യക്തി. ഈ തേർഡ് പാർട്ടി ആയിട്ട് എത്രമാത്രം നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും ആത്മാർത്ഥതയോട് കൂടി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച ഒരു പേഴ്സൺ ആണ്. പക്ഷേ ഇവിടെ ഈ വ്യക്തിക്ക്, ഈ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ നിന്നും ഓടി ഒളിക്കേണ്ടി വന്നു എന്നാണ് കാണിക്കുന്നത്. അതിനുള്ള സാഹചര്യം, മോശപ്പെട്ട സാഹചര്യം ഈ പേഴ്സൺ തന്നെ ഉണ്ടാക്കിയെടുത്തു. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും? സോളിറ്റ്യൂഡ് ആണ്. അതായത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുമിച്ച് തേർഡ് പാർട്ടി ആയിട്ട് എന്തെങ്കിലും ഡീലിങ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടന്ന് ഇപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ തേർഡ് പാർട്ടി പറ്റിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതിനോട് ഇനി താല്പര്യമില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റിനോട് താല്പര്യമില്ല. ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോലും എന്താ പറയാ, ഈ തേർഡ് പാർട്ടി പല മോശപ്പെട്ട പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അത് ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടാകണം. നിങ്ങൾ ഈ പേഴ്സണായിട്ട് ചർച്ച ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ അതിന് തയ്യാറാവുന്നില്ലായിരുന്നു. ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കാം പിണങ്ങിയിട്ടുണ്ടാവുന്നത്. ഓക്കെ, അവൻ എൻ്റെ പാർട്ട്ണറാണ്, അവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണ്, ഹീസ് മൈ എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തിരിച്ചു കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിണങ്ങിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി കാരണമായിരിക്കും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് പ്രാവശ്യം വഴക്കടിക്കാനുള്ള കാരണം. ആക്ച്വലി നിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഈ തേർഡ് പാർട്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നിന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം പേടിയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒറ്റക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ പേടി, കോൺഫിഡൻസ് ഇല്ലായ്മ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം സ്വയം പ്രാപ്തി നേടുക, സ്വന്തമായിട്ട് ജോലി ചെയ്ത് തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സോളിറ്റ്യൂഡ് എനർജിയാണ്. അത് ഈ പേഴ്സന്റെ കോൺഫിഡൻസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം. അതായത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ടും എന്താണ് ഈ പേഴ്സൺ ഇനി ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മനോഭാവത്തിലാണ് നിൽക്കുന്നത്? നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഗേറ്റ് വേ ആണ്. അതായത് തീർച്ചയായിട്ടും ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വന്നതിൽ പിന്നെയാണ് ഈ വ്യക്തിക്ക് ശത്രുദോഷം വളരെയധികം കുറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വ്യക്തിക്ക് എന്താ പറയാ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് കണക്ഷൻ, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. വളരെയധികം സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഒരുപാട് കൂട്ടുകാര്, ഇവര് ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുള്ള ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ തീർത്തും അതേസമയം തന്നെ ഈ വ്യക്തി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമാണെന്നാണ്, വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആരാധനയാണ് എന്നൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷെ ഇറ്റ് വാസ് നോട്ട്. കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും വിശ്വസിക്കുന്നത് വളരെ സത്യസന്ധരായിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടാണ്. ഒന്ന് ഈ പ്രണയവും, രണ്ട് നിങ്ങളും. കാരണം ഈ പേഴ്സന്റെ ശത്രുദോഷം നല്ല രീതിയിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. പല കാര്യങ്ങളും പല രീതിയിൽ ശത്രുക്കളെ ഈ പേഴ്സണെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ നിങ്ങൾ വളരെയധികം തന്ത്രപൂർവ്വം ഈ പേഴ്സണെ പുറത്തു നിന്ന് ചാടിച്ചിട്ടുണ്ട്, പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രസൻസ് ഉള്ള, ഒരു അംശമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേത് എന്ന് പറയാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇഷ്ടം. ഒരു ദൈവികതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവർ നിങ്ങൾക്കുണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു.
നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ 6th ചക്ര ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാകാം. ഒരുപക്ഷെ ഒരു നെറ്റിവേദനയൊക്കെ ആയിരിക്കാം, തിരുനെറ്റിയിലൊക്കെ ചെറിയ രീതിയിൽ വേദനയൊക്കെ സംഭവിക്കാം, വേദനയൊക്കെ തോന്നിക്കാം. അതൊരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും, കഫക്കെട്ട് കൊണ്ടുണ്ടാകും, ക്ലൈമറ്റിന്റെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അല്ല, ചുമ്മാ തിരുനെറ്റിയുടെ അവിടെയൊക്കെ വേദന വരികയാണെങ്കിൽ അതൊരു തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരുപക്ഷെ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നത് ആർക്കേഞ്ചൽ മെറ്റട്രോൺ എന്ന് പറയുന്ന ഏഞ്ചൽ ആണ്. ഓക്കെ, അത് മാത്രമല്ല ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പേഴ്സണൽ വിഷൻ ആൻഡ് ക്ലാരിറ്റി ഓഫ് തോട്ട് ആണ്. ചിന്താഗതികളിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ പ്രാധാന്യം കൊടുത്തും ചിന്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തും മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു ലെവലിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് മര്യാദക്ക് നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ അത് കൂർത്ത ഇതായിട്ട് നമ്മൾ ഷാർപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതിന്റെ അഗ്രഭാഗം നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല വൃത്തിക്കും ഭംഗിക്കും എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാല് മോന ഒടിഞ്ഞു പോയ ഒരു പെൻസിൽ പോലെയായിരുന്നു ഈ പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി, ഒരു കൃത്യത നിങ്ങളുടെ കാര്യത്തിലും ഈ റിലേഷൻഷിപ്പിലും ഇല്ലാതിരുന്നത് കൊണ്ടാണ്, അതിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടിയുടെ എനർജിയും കൂടി വന്ന് കൂടിക്കലർന്ന് കിടന്നത് കൊണ്ടാണ് ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണൽ ഫോക്കസിലേക്ക് വരാൻ കഴിയാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏഞ്ചല് നിങ്ങളുടെ പേഴ്സണെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പൊ മെജീഷ്യൻ ആൻഡ് മിറർ എന്ന് പറയുന്ന എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം ഒരു ബാലൻസിങ് എനർജിയാണ്. നമുക്കിതൊരു ഫയർ എനർജി ആയിട്ടും ഇത് വാട്ടർ എനർജിയുമായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു യിങ് യാങ് എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഇൻഫിനിറ്റി സൈനും കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്നതും ചിന്തിക്കുന്നതും എന്താന്ന് വെച്ചാൽ, ഈ പേഴ്സണും നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് നിർത്താം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളും ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പ് നിർത്താം എന്ന് വിചാരിച്ചാൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടോ സാധിക്കുകയില്ല. കാരണം വളരെയധികം മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഈ പേഴ്സൺ ഈ ഒരു കണക്ഷനെ കണക്കാക്കുന്നത്. ഓക്കെ, അതൊരു പക്ഷേ പാസ്റ്റ് ലൈഫിലൊക്കെ നിങ്ങളുടെയോ ഈ പേഴ്സന്റെയോ സോള് അത്രമേൽ ആഗ്രഹിച്ചിട്ട് മാനിഫെസ്റ്റായി ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാകാം. അല്ലെങ്കിൽ ഇതിൽ ഏതോ ഒരു പേഴ്സന്റെ സോള് വളരെയധികം പവർഫുൾ ആണ്, വളരെയധികം മാനിഫെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും മിറാക്കിൾസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ വിചാരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കണക്ഷനും കൂടിയാണ്. ഓക്കെ, അത് മാത്രമല്ല ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ്. ഓക്കെ, അതായത് ഈ പേഴ്സണായിട്ട് നിങ്ങൾ കൂട്ടുകൂടുന്നത് ഇപ്പോൾ വേറെ ആരുമായിട്ടും നിങ്ങളൊരു കണക്ഷനിലേക്ക് പോയാലും നിങ്ങൾക്ക് അവിടെ ഒരു തൃപ്തി കൊണ്ടുവരാൻ സാധിക്കുകയില്ല. മനസ്സിലായോ? ഈ പേഴ്സണിൽ നിന്നും കിട്ടുന്ന, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടുന്ന ആ ഒരു സന്തോഷം, ഫുൾഫിൽനെസ്, അത് നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഈ സെയിം അവസ്ഥയാണ് ഈ പേഴ്സണും ഉള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അപ്രീസിയേഷൻ ആണ്. ഇത് ഉറപ്പായിട്ടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ പുകഴ്ത്തി പറയുകയും നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും താഴ്ത്തി പറയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കണ്ടുകൊണ്ടിരുന്നത് ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു ചീപ്പ് സെന്റിമെന്റ്സ് ആയിട്ടും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വെറുതെ ഫേക്ക് ആയിട്ടും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബോറിംഗ് ആയിട്ടൊക്കെ ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ട്. കാരണം ഈ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടി ആയിട്ടുള്ള എനർജി വെച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് ഇതൊരു ബോറായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വ്യക്തി റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്.
നന്ദിയാണ് ദൈവത്തിനോടും യൂണിവേഴ്സിനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമേൽ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്, ആശംസകൾ പറയുന്നുണ്ട്. കാരണം താങ്ക് യു ഫോർ എവറിത്തിങ് എന്നുള്ള എനർജിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു ഫ്യൂച്ചർ ആ ഒരു രീതിയും കൂടി നമുക്ക് നോക്കാം. ഹീൽഡ് ഔച്ച് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന് മുറിപ്പാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മുറിപ്പാടുകൾ എന്ന് വെച്ചാൽ ഹൃദയത്തിൽ വന്നിരിക്കുന്ന മുറിവുകളാണ്, വിഷമങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചതിയും വഞ്ചന, അസൂയ, അല്ലെങ്കിൽ പിന്നിൽ നിന്നും കുത്തുക, ശത്രുത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഈ പേഴ്സൺ ഇതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം നല്ല കർമ്മങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുക, സോഷ്യൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരം കിട്ടുന്ന രീതിയിലാണ് ഈ പേഴ്സൺ എപ്പോഴും പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഈ വ്യക്തിയെ കുത്തി നോവിപ്പിക്കുന്നുണ്ട് മറ്റു പലവരും. ഓക്കെ, അതായത് എല്ലാവർക്കും അവരവരുടെ കാര്യം നടക്കണം, അതാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അതിനെ ഈ പേഴ്സൺ ഒരു കരുവാക്കി മാറ്റുന്നു. അപ്പൊ ആ ഒരു തിരിച്ചറിവിലൂടെ ഈ പേഴ്സൺ ഒരുപാട് വേദനകൾ ഉണ്ടാകുന്നുണ്ട്, മാനസിക വേദനകൾ, ഒറ്റപ്പെടല്, സങ്കടം, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്ത നല്ല കർമ്മങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഇതിന് വേണ്ടിയിട്ടായിരുന്നു ജീവിച്ചത്, അല്ലെങ്കിൽ ഇവരെയൊക്കെയാണോ ഞാൻ ഇത്രമാത്രം നെഞ്ചോട് ചേർത്തത്, ആത്മാർത്ഥമായിട്ട് ജീവന് തുല്യം സ്നേഹിച്ചത്, ഇവരെയൊക്കെയാണോ, അല്ലെങ്കിൽ ഈ ചതി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള ചിന്താഗതിയും കൂടി ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഹീൽ ചെയ്യാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബിൽഡിംഗ് യുവർ വേൾഡ് ആണ്, ക്രിയേഷൻ, എക്സ്പാൻഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ്. ഉറപ്പായിട്ടും ഇത് ഇനിയിപ്പോ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിലാണ്, നിങ്ങളുടെ കാര്യത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതും പ്രാധാന്യം തരാതെ പോയിട്ടുള്ളതും അതുപോലെ സമയം ചെലവഴിക്കാതെ പോയിട്ടുള്ളതും നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ മാത്രമാണ്. ബാക്കി എല്ലാവരുടെ അടുത്തും പോകാനും പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെ സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ വ്യക്തിയുടെ ലോകം നിങ്ങളാണ്, ഈ റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. കാരണം നിങ്ങൾ മാത്രമാണ് ഈ പേഴ്സന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പൊ ഈ ഒരു റിയാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരായിട്ടും മിണ്ടുന്നില്ലായിരിക്കാം, നിങ്ങളോടും മിണ്ടുന്നില്ലായിരിക്കാം, ഒറ്റയ്ക്കായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നുണ്ടാകുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഒറ്റക്കാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ഒരു ലൈഫ് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പടുത്തുയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, കോൺസെൻട്രേഷൻ ചെയ്യാൻ, ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ടുള്ള കണക്ഷനിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയൊരു പാഠമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. കാരണം എത്രമാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പിന്നെയും ഒരുപാട് സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നന്മകൾ മറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് കിട്ടിയിട്ടുണ്ട്, ബീച്ച് കിട്ടിയിട്ടുണ്ട്, ഇയറിങ്സ് കിട്ടിയിട്ടുണ്ട്, മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസിൽ പോയിട്ടുണ്ടാകാം, ഫോർഹെഡ്, ശബ്ദം സ്പെഷ്യലായിട്ട് കാണിക്കുന്നു, മകയിരം നാള്, തിരുവാതിര, രോഹിണി, മകം. ഇത്രയും നാളുമാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഞാൻ ചിലപ്പോൾ ഇന്ന് കമന്റ് ബോക്സിൽ അഫർമേഷൻ പിൻ ചെയ്തിടും, അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്യുക along with you and your person name. ഓക്കെ, ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.